بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الإخوان وأخوات، أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം നയിക്കണമേ എന്ന് എൻ്റെ ശരീരത്തോട് ഒന്നാമതായി ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളുടെ എല്ലാവരോടും അറിയിക്കുന്ന ഭാഷയിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 70-ാമത്തെ അധ്യായം സൂറത്തുൽ മആരിജിന്റെ 35 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 36 മുതലുള്ള വചനങ്ങളാണ് ഇന്ന് നമുക്ക് എടുക്കേണ്ടത്. ഞാനൊന്ന് ഓതി തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين أيطمع كل امرئ منهم أن يدخل جنة نعيم كلا إنا خلقناهم مما يعلمون. ഒന്നുകൂടി. فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين أيطمع كل امرئ منهم أن يدخل جنة نعيم كلا إنا خلقناهم مما يعلمون. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫമാലില്ലദീന കഫറു, ദാല് നാവിൻ്റെ അറ്റത്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കുക. മുഹ്ത്വയാണ്, ത്വാ ഐൻ രണ്ട് ലെറ്റേഴ്സ് ഉച്ചാരണം ശ്രദ്ധിക്കുക. മുഹ്ത്വഈൻ. അനിൽ യമീനി വ അനിൽ ശിമാലി ഐസീൻ ഐസീൻ അയത്വ അയത്വ ത്വ ത്വാ ത്വ 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 യത്വ യത്വമഉ കുല്ലു ഇംറിഇൻ എന്നാണ് ചേർത്തി ഓതുമ്പോൾ കുല്ലുംറിഇൻ എന്നാണ്. കുല്ലുംറിഇൻ മിൻഹും, അവിടെ ഇമ്മി എന്നുള്ള ചേർത്ത് മണിച്ചു ഓതണം. മിൻഹും അൻ യുദ്ഖല എന്നുള്ളതാണ്. അൻ യുദ്ഖല എന്നുള്ളത് നൂന് യായിലേക്ക് ലയിപ്പിച്ചിട്ട് അയ്യുദ്ഖല അയ്യുദ്ഖല യുദ് ദാദി ദുദ് ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കണം. യുദ്ഖല ജന്നത ശദ്ദുള്ള നൂന് മണിച്ചോത് ജന്നത നഈം. കല്ല അവിടെ ചെറിയൊരു മദ്ദുണ്ട്. ഇന്ന അവിടെ ശദ്ദുണ്ട്. നൂന് ശദ്ദുള്ള നൂനാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് മണിച്ചോദണം. ഇന്ന ഖലഖനാഹും, ഖാഫിനും സുക്കൂന് ചെയ്യുമ്പോൾ ഒന്ന് കട്ടി കൂട്ടി ഉച്ചരിക്കുക. ഖലഖനാഹും, രണ്ട് മീം ഒരുമിച്ച് വരുമ്പോൾ ഒരു മീമെ ഉച്ചരിക്കും. അപ്പൊ ഖലഖനാഹും എന്ന് ചേർത്തി ഓതണം. മിമ്മ, അതിനുശേഷം മിൻ ആണ് ചേർത്തി പറയുമ്പോൾ മിമ്മ മിമ്മ അശദ്ദുള്ള മീമും മണിച്ചോദനം. യഅലമൂൻ. ഒന്നുകൂടി ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
فما للذين كفروا قبلك مهطعين عن اليمين وعن الشمال عزين أيطمع كل امرئ منهم أن يدخل جنة نعيم كلا إنا خلقناهم مما يعلمون. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഓർമ്മയിലുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ആദരിക്കപ്പെടുന്ന ആളുകൾ ഉലൈക ഫീ ജന്നാത്തിൻ മുക്റമൂൻ, ആദരിക്കപ്പെടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല കുറെ വിശ്വാസികൾക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അവരുടേതായ സ്വഭാവങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. നമസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ സക്കാത്തിനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ അവർ അമാനത്തിനെ കുറിച്ചും അതേപോലെ തന്നെ സാക്ഷ്യം വഹിക്കുന്ന വിഷയത്തെക്കുറിച്ചും നിസ്കാരം എങ്ങനെയെങ്കിലും നിസ്കരിക്കല്ല, വളരെ കൃത്യതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന പതിവായി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി നിസ്കരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള അക്കൂട്ടരാകുന്നു ഉലൈക ഫി ജന്നാത്തിൻ മുക്റമൂൻ, ആദരിക്കപ്പെടുന്നത്. സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ വെച്ച് ആദരിക്കപ്പെടുന്നവര് ഇവരാണ്. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അവിശ്വാസികളായ ആളുകളുടെ ചില സ്വഭാവങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളായ ഖുറൈശികളായ മുശ്രിക്കുകളായ അത്തരം ആളുകൾ അവർ കാണിച്ചിരുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഫമാലില്ലദീന കഫറു, അപ്പോൾ എന്നാൽ മാലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് എന്തു പറ്റി? അവിശ്വാസികൾക്ക് എന്താണ്? കഫറ അറിയാലോ, കഫറ യക്ഫുറു, കഫറു അവിശ്വസിക്കുന്നതിനെ പറയാം, അവർ അവിശ്വസിച്ചു. അപ്പൊ അവിശ്വാസികളായ ആളുകൾക്ക് അപ്പോൾ എന്താണ് പറ്റിയത്? ഖൈബ് ലക, ഖൈബ് ലക, ഖൈബ് ലക എന്ന് വെച്ചാൽ നഹ്വക അല്ലെങ്കിൽ ഇൻദക എന്നൊക്കെയാണ് അർത്ഥം. താങ്കളുടെ അടുക്കൽ, അല്ലെ താങ്കളുടെ നേർക്ക്. നമ്മള് ഖൈബല പറയൂല, ഖൈബല ശരിക്കും എന്താണ്? ഖൈബല ഡയറക്ഷൻ എന്നുള്ള അർത്ഥമാണ് ഖൈബലൻ. നമ്മള് കാബയാണ് നമ്മളെ ഖൈബല എന്ന് പറയാറില്ലേ. ഖൈബലക താങ്കളുടെ അടുക്കൽ, താങ്കളുടെ നേർക്ക്, അതാണ് നഹ്വക അല്ലെങ്കിൽ ഇൻദക എന്നൊക്കെയാണ് അതിനർത്ഥം. ഖൈബലക അവർ താങ്കളുടെ അവിശ്വാസികളായ ആളുകൾക്ക് എന്താണ് പറ്റിയത്? ഖൈബലക താങ്കളുടെ അടുക്കൽ അവര് വന്നിട്ട് എന്താണ്? മുഹ്തിഈൻ. മുഹ്തിഈൻ എന്ന് വെച്ചാൽ അഹ്ത്വഅ എന്ന് വെച്ചാൽ അഹ്ത്വഅ എന്നാട്ടോ. അഹ്ത്വഅ എന്ന് വെച്ചാൽ ഈ കഴുത്ത് നീട്ടി കാണിക്കുന്നതിനാണ് പറയാ അഹ്ത്വഅ എന്നുള്ളത്. അഹ്ത്വഅ കഴുത്ത് നീട്ടി കാണിക്കുന്ന ഒരു സ്വഭാവം, അതിനാണ് അഹ്ത്വഅ യുഹ്തിഉ എന്ന് പറയുന്നത്. കഴുത്ത് നീട്ടി കാണിക്കുക, എന്നിട്ട് മറഞ്ഞു നിൽക്കല്ല, ഓടിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിനാണ് അഹ്ത്വഅ എന്ന് പറയാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഫമാലില്ലദീന കഫറൂ ഖിബലക മുഖ്തിഈൻ, ഈ അവിശ്വാസികളായ ആളുകൾക്ക് എന്തു പറ്റി? താങ്കളുടെ അടുക്കലേക്ക് അവർ കഴുത്ത് നീട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു, എന്നിട്ട് അവരെന്തായിരുന്നു? മറഞ്ഞു കളയുന്നു. എങ്ങനെയൊക്കെ? അനിൽ യമീനി വ അനിൽ ഷിമാൽ, അനിൽ യമീനി വ അനിൽ ഷിമാൽ. യമീൻ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡാണ്, ഷിമാൽ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡാണ്. യമീൻ ഷിമാൽ, അവര് വലത്തോട്ടും റൈറ്റിലേക്കും അതേപോലെ ലെഫ്റ്റിലേക്കുമൊക്കെ. എങ്ങനെ? ഐസീൻ, ഐസത്തുൻ ജം ആണ് ഐസീൻ എന്ന് പറയുന്നത്, അഥവാ ഫൗജ് അഫ്വാജ് എന്നൊക്കെ പറയുന്നത് പോലെ സംഘങ്ങൾ, ഗ്രൂപ്പുകൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ പല
പിന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി അവരെന്ത് ചെയ്യുന്നു? അവര് മാറിക്കളയുന്നു, അവരോടിക്കളയുന്നു. ഇപ്പൊ താങ്കളുടെ അടുക്ക് അവർ വന്ന് ഇങ്ങനെ കാട്ടി കഴുത്ത് കാട്ട് എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളൊക്കെ അവര് കേട്ടിട്ട് അവർ വളരെ വെറുപ്പോടും ദേഷ്യത്തോടും ഒക്കെ എന്ത് ചെയ്യുക? അത് അതിൽ നിന്ന് ഓടിപ്പോവുക, അതിൽ നിന്ന് മാറി നിൽക്കുക. പല കോലത്തിലും പല രൂപത്തിലവർ പിന്നെ ആ ഒരു സത്യത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഉത്ബോധനത്തെ പിന്നെ വിട്ടുകളയുക, ഉത്ബോധനത്തിൽ നിന്ന് ഓടി അകലുക. സൂറത്തുൽ പിന്നെ മുദ്ദസ്സിറിന്റെ അവസാന ഭാഗം ഓതുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ള ഇനി വരാനുള്ള സൂറയാണ്. പിന്നെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, പിന്നെ ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത്ത് മിൻ ഖസ്വറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവരെ കുറിച്ച്. അവര് ഈ ഉത്ബോധനത്തെ തൊട്ട് അവർ ഓടിക്കളയുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സിംഹത്തിന്റെ അടുക്കൽ നിന്ന് കഴുത വിരളി പിടിച്ച് ഓടുന്നത് പോലെ, ഫറ എഫിറു എന്ന് വെച്ചാൽ വിരണ്ടോടുന്നതിനാ പറയാം. അങ്ങനെയാണ് ഉത്ബോധനത്തെ തൊട്ട് അവർ ഓടിപ്പോകുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു ഉത്ബോധനത്തെ തൊട്ട് ഓടിപ്പോകുന്ന ആളുകൾ കഴുതകളോടാണ് ഉപമിക്കുന്നത്. മനസ്സിലായില്ലേ? കഴുതകൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാത്ത ആളുകളെ, പ്രത്യേകിച്ച് ചില മുഫസ്സിറുകളൊക്കെ പണ്ഡിതന്മാരോടാണ് സൂറത്ത് ജുമഅയിൽ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് പറയുന്നത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളും കാര്യങ്ങളൊക്കെ നേർക്ക് അവരിങ്ങനെ കഴുത്ത് വെക്കുകയും അല്ലെങ്കിൽ അത് കേൾക്കുകയും എന്നിട്ട് അവര് അതിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ, അഥവാ അതിൽ നിന്ന് അവർ മറഞ്ഞു കളയുന്ന, ഓടിക്കളയുന്ന അവസ്ഥയാണുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് അവിടെ മാത്രമല്ല, അത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു റസൂലിന്റെ കാലഘട്ടം മുതൽ ഇപ്പോഴും ഒക്കെ തന്നെ ഉത്ബോധനത്തെ തൊട്ട് സത്യത്തിൽ നിന്ന് ആളുകൾ ഓടി ഒളിക്കുന്ന, മാറി ഒളിക്കുന്ന, അല്ലെങ്കിൽ വിരണ്ടോടുന്ന, അല്ല ഇത്തരം കാര്യങ്ങൾ ഭയങ്കര അറപ്പും വെറുപ്പോടും അമർഷത്തോടും കൂടിയൊക്കെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കാണുന്ന ആളുകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവർക്കൊക്കെയുള്ള താക്കീത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, അയത്മഉ കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുദ്ഖല ജന്നത നഈം. അയത്മഉ, ത്വമഅ യത്മഉ എന്ന് വെച്ചാൽ ആഗ്രഹിച്ചു എന്നാണ്. റഗിബ യർഗബു ഉണ്ടല്ലോ, ആഗ്രഹിക്കുക, അതേ അർത്ഥമാണ് ത്വമഅ യത്മഉ. ത്വമഅ യത്മഉ. അപ്പൊ അള്ളാഹു അലിഫ് മുന്നിൽ വന്നുകൊണ്ട് ഒരു ചോദ്യമായിട്ട് മാറാണ്. അയത്മഉ, അയത്മഉ ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ അവരെ പിന്നെ മോഹിക്കുന്നു, ആശിക്കുന്നുവോ? അയത്മഉ കുല്ലു ഇംറിഇൻ, കുല്ലുൻ എല്ലാ, ഇംറിഇൻ മനുഷ്യരും, മിൻഹും അവരിൽ നിന്നുള്ള, അപ്പൊ അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നുവോ? അയത്മഉ കുല്ലും, അയത്മഉ ത്വമഅ യത്മഉ ആഗ്രഹിച്ചു, അയത്മഉ എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുവോ? കുല്ലു ഇംറിഇൻ എല്ലാ ഓരോ മനുഷ്യരും, മിൻഹും അവരിൽപ്പെട്ട, അവരിൽപ്പെട്ട എല്ലാ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നു. എന്താ ആഗ്രഹിക്കുന്നുവോ? ഐ യുദ്ഖല, ഐ യുദ്ഖല, ദഖല എന്ന് വെച്ചാൽ പ്രവേശിച്ചു, എൻറ്റേർഡ് എന്നുള്ള അർത്ഥം. ദഖല ദഖല യദ്ഖുലു, ദുഖൂല് ഖുറൂജു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ദുഖൂൽ, എൻട്രിക്ക് ദുഖൂൽ എന്നാ പറയാം. ഖുറൂജ് എക്സിറ്റിന് ഖുറൂജ് എന്ന, ഖറജ യഖ്റുജു ഖുറൂജാണ്. ദഖല യദ്ഖുലു ദുഖൂലാണ്. അപ്പൊ ദഖല യദ്ഖുലു പ്രവേശിച്ചു എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഐ യുദ്ഖല പ്രവേശിക്കാൻ. എവിടെ പ്രവേശിക്കാൻ? ജന്നത നഈം സുഖാനുഗ്രഹത്തിന്റെ
സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടണമെന്ന് അവരിൽ എല്ലാ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുവോ എന്നുള്ളതാണ്. അപ്പൊ അവരുടെ വിശ്വാസവും അവരുടെ ആഗ്രഹവും അവരുടെ താല്പര്യവും ഒക്കെ സ്വർഗത്തിൽ പോകണമെന്നാണ്. പക്ഷെ സ്വർഗത്തിൽ പോകാനുള്ള പണിയൊന്നും എടുക്കാൻ അവർക്കുണ്ടാവൂല. അത് കേൾക്കാൻ തന്നെ അവർക്ക് താല്പര്യമില്ല. പിന്നെന്താണ്, ചുളൂൽ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനോ കേൾക്കാനോ ഒന്നും താല്പര്യമില്ല, അതൊന്നും ചെയ്യാനോ. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് സ്വർഗത്തിൽ പോകണം. അങ്ങനെയുണ്ട് ചില ആൾക്കാര്. എന്താണ്, വലിയ വലിയ സമ്പന്നന്മാരാണ്, പക്ഷെ അധ്വാനിക്കാൻ അവർക്ക് കിട്ടൂല, അധ്വാനിക്കാൻ കഴിയൂല. നല്ല രൂപത്തിലാവണം, പല കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പക്ഷെ അതിനു വേണ്ടി മെനക്കെടാൻ ആളുകൾ സന്നദ്ധരല്ല. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എന്ന് കരുതും, പക്ഷെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ്ടേ, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രവർത്തിക്കാതെ നമുക്ക് നേടാൻ കഴിയില്ല. അപ്പോ ഇവിടെ അവിശ്വാസികളായ ആളുകൾ, അവർക്ക് സ്വർഗത്തിലൊക്കെ പോകണം താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ സ്വർഗത്തിൽ പോകാനുള്ള പണിയെടുക്കാൻ അവരെ കൊണ്ട് കഴിയും. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്താണ്, അനിൽ യമീൻ വാനിഷിം അലൈസിൻ, അവർ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അവർ ഓടിപ്പോവാണ്, അവർ മാറിപ്പോവാണ്. അപ്പോ എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, അവരിൽപ്പെട്ട ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടോ, മോഹിക്കുന്നുണ്ടോ അവർ സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടണമെന്ന്? അപ്പൊ അത് അസംഭവ്യമായ ഒരു കാര്യമാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. കല്ല, നിസ്സംശയം, ഇന്നാ, തീർച്ചയായും നാം, ഖലഖനാഹും, ഖലഖ യഖ്ലുഖു വെച്ച് സൃഷ്ടിച്ചു. നമ്മൾ പഠിച്ച പദമാണ് അതൊക്കെ. ഖലഖന, ഖലഖന, നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഹും, അവരെ. തീർച്ചയായും നാം അവരെ സൃഷ്ടിച്ചിരിക്കും, മിമ്മാ യഅലമൂൻ, അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്ന്. അവർക്ക് അറിയാവുന്ന, അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്തുവിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിരിക്കെ അവര് സ്വർഗത്തിലേക്ക്, സുഖാനുഗ്രഹത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവോ എന്നുള്ളതാണ്. അപ്പൊ അവിടെ പൊതുവെ ഈ വിശ്വാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോടൊക്കെ പറഞ്ഞൊരു സംസാരമുണ്ട് അവര്. എന്ന് വെച്ചാൽ, ഞങ്ങളാണ് സ്വർഗത്തിൽ ആദ്യം പോവുക, ഞങ്ങൾക്കാണ് സ്വർഗമുള്ളത്. ഏഹ് അപ്പോ ആ, അതിന് അവര് അതിൻ്റെതായ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവര് സ്വർഗത്തിലേക്ക് ഞങ്ങൾ അങ്ങ് എത്തും, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളെ പടച്ചോൻ വളരെയേറെ പരിഗണിക്കും എന്ന രൂപത്തിലുള്ള വിശ്വാസം. അത് ജൂതന്മാരും ക്രിസ്ത്യാനികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് വിശ്വാസം. ലൻ തമസ്സനാറില്ല അയ്യാമൻ മഅദൂദ എന്ന് പറയുന്നില്ല, ഞങ്ങളെ എണ്ണപ്പെട്ട, നരകത്തിലേക്ക് ഇടുകയാണെങ്കിൽ തന്നെ എണ്ണപ്പെട്ട ദിവസം അല്ലാതെ ഞങ്ങൾ നരകത്തിലൊന്നും ഉണ്ടാവൂല, കാരണം ഞങ്ങൾ അള്ളാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരുടെ സംസാരത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നത് ഖുർആനിൽ. അതേപോലെ തന്നെ അവിശ്വാസികളായ ആളുകൾ അവരും പറയുന്ന ചില വാക്കുകളാണത്, ഈ പറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം. നമ്മൾ പഠിച്ച സൂറത്തുൽ ഖലമിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിലല്ലേ? നമ്മൾ പഠിച്ച പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, ഇന്നൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, മുത്തഖീകളായ ആളുകൾക്ക് സുഖാനുഗ്രഹത്തിന്റെ നിഅമത്തിന്റെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിങ്ങളും അതേപോലെ മുജ്രിമീങ്ങളും, കുറ്റവാളികളായ ആളുകളും മുസ്ലിങ്ങളും എന്താണ്, അവർ ഒരുപോലെയാണോ? അവർ ഒരുപോലെ ആക്കുമോ? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കുന്ന വിശ്വാസികളും, അതിനെ നിഷേധിക്കുന്ന, അതിനെതിരെ പ്രവർത്തിക്കുന്ന കുറ്റവാളികളായ അവിശ്വാസികളായ ആളുകളും ഒരുപോലെയാണോ? അവർ പറഞ്ഞ വാക്കിനനുസരിച്ച് അവർ സ്വർഗത്തിലേക്ക് പോകും എന്ന് വാക്കുകൾ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, മാലക്കും കൈഫ തഖ്മൂൻ, ഓ വല്ലാത്തൊരു വിധിയായി പോയി, നിങ്ങൾ എന്തൊരു വിധിയാണ് വിധിക്കുന്നത് ചോദിക്കുന്നുണ്ട്. കൈഫ തഖ്മൂൻ, നിങ്ങൾ എന്ത് വിധിയാണ് നിങ്ങൾ വിധിക്കുന്നത്? നിങ്ങൾ വല്ലാത്തൊരു വിധി തന്നെ കേട്ടോ നിങ്ങൾ വിധിച്ചത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമ്മുടെ നാടൻ ഭാഷയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ചില ആളുകളൊക്കെ ചെയ്യുമ്പോൾ, ഓ വല്ലാത്ത തന്നെ,
ഒരു വല്ലാത്ത വർത്താനായി പോയി അത് എന്ന് പറയില്ല. അതേപോലെ തന്നെ അള്ളാഹു മാലക്കും കൈഫ തഹ്കുമൂൻ, ഓ ഇത് വല്ലാത്തൊരു വിധിയായി പോയി. കാരണം നമ്മളും മുസ്ലിങ്ങളായ ആളുകളും വിശ്വാസികളായ ആളുകളും ഒക്കെ തന്നെ സ്വർഗത്തിൽ പോകും എന്നുള്ളതാണ്. ഞങ്ങളാണ് ആദ്യം തന്നെ സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അത് ഒരു വലിയ ഒരു പിന്നെ സംസാരം തന്നെയാണ്, വല്ലാത്തൊരു വർത്തമാനം തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ശരിക്കും അവിശ്വാസികൾ അവരുടെ സ്വഭാവ രീതികള് എങ്ങനെയൊക്കെ നബിയും സഹാബത്തിനെയും ഇൻസൾട്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കളിയാക്കി അവരെ നശിപ്പിക്കാൻ പറ്റുമോ, അതൊക്കെയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. അപ്പൊ അതാണ് അള്ളാഹു ഫമാനില്ലദീന കഫറൂ ഖിബലക മുഖ്തിഈൻ അനിൽ യമീനി വഅനിൽ ശിമാലി സൂറത്തുൽ മുത്തഫ്ഫിഫീൻ ഓതുമ്പോൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. കുറ്റവാളികളായ ആളുകള് സത്യവിശ്വാസികളായ ആളുകളെ കാണുമ്പോൾ അവരെന്താക്കും, ഒരു പരിഹസിച്ച് ചിരിക്കുമെന്നാണ്. യദ്ഹഖൂൻ. ഇതാ മറൂബിഹിം യതഗാമസൂൻ, മാത്രമല്ല അവരുടെ അടുക്കലൂടെ അവർ നടന്നു പോകുമ്പോ യതഗാമസൂൻ എന്നാണ്, അവർ കണ്ണിട്ട് ഇങ്ങനെ ആക്കുന്ന. ഓ ഭയങ്കരം തന്നെ. സ്വർഗത്തിലെ പോകുന്ന ആൾക്കാരാട്ടോ പോകുന്നത്, ഭൂമിയിലെ രാജാക്കന്മാരാട്ടോ പോകുന്നത്. ഓ ഭയങ്കരം നിറഞ്ഞിട്ട് നമ്മള് കണ്ണുകൊണ്ട് പരിഹസിക്കാന്നറിയില്ല, അങ്ങനെ അള്ളാഹ് അങ്ങനെ തന്നെ പറയാ. തഗാമസൂൻ എന്ന് പറഞ്ഞതാണ് ഗോഷ്ടി കാണിക്കുക. അങ്ങനെ അവരെ കളിയാക്കിയിരുന്നു. എന്നിട്ട് അവര് പറയുന്നുണ്ട് അവരുടെ അവരുടെ ആളുകളുടെ അടുക്കലേക്കൊക്കെ പോയത് ഫക്കീൻ, അവരുടെ ആൾക്കാരുടെ അടുക്കലേക്ക് പോകുന്നവർ വളരെ രസിച്ചും അവരെ വളരെ തമാശിച്ചും ഒക്കെയാണ് അവർ കാണുന്നത്. അള്ളാഹ് അതിനുശേഷം പറയുന്നൊരു വാക്കുണ്ട്, വമാ ഉർസിലു അലൈഹിം ഹാഫിളിൻ, അവരുടെ മേല് വിശ്വാസികളായ ആളുകളെ മേൽനോട്ടക്കാരായിട്ട് അവരെ അള്ളാഹ് നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഓരോ കാര്യങ്ങളും അവരുടെ സ്വഭാവ രീതികളൊക്കെ കാണിക്കുമ്പോൾ, അപ്പൊ ഇവിടെ ശരിക്കും അവിശ്വാസികൾ അവരുടേതായ പ്രവർത്തനങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തുകയും മുസ്ലിങ്ങൾക്കെതിരെ നടത്തുകയും അള്ളാഹു റസൂലിനെയും പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ അവരെന്തെങ്കിലും ഒരു ഉത്ബോധനത്തെ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്ത ആളുകളും അവരെ വിചാരം അവർക്ക് സ്വർഗത്തിൽ പോകണമെന്നാണ്, സ്വർഗത്തിലെത്തുമെന്നാണ്. അത് ഒരു വല്ലാത്തൊരു വിചാരം തന്നെയാണ്. എങ്ങനെയാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു കല്ലാ, വേണ്ടട്ടോ, നിസ്സംശയം, അല്ലെ കാരണം എന്നൊക്കെയാണ് അതിനർത്ഥം. ഇന്നാ ഖലഖനാഹു, നാം അവരെ സൃഷ്ടിച്ചിരുമായാലും അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്ന് തന്നെയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ എന്താണ് അതിന്റെ തുടക്കം മുതൽ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. വളരെ നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത്. എത്ര എത്ര നിസ്സാരനാണ് ഒരു മനുഷ്യൻ എന്നുള്ളത്, അല്ലേ? അങ്ങനെയുള്ള ഒരു 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 പിന്നെ കോടിക്കണക്കിൽ ബീജത്തിൽ നിന്നൊരു ബീജം അങ്ങനെ അണ്ടവുമായി കൂടിച്ചേരുന്നത്. അപ്പോ വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അവന്റെ നടപടിക്രമങ്ങൾ, അവന്റെ വിഷയങ്ങൾ, അവൻ എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചൊക്കെ ശരിക്കും ചിന്തിച്ച് അവനിലേക്ക് ശരിക്കും തിരിച്ചു ചെല്ലാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. ദീനിൽ ബുദ്ധിക്കൊരു സ്ഥാനമില്ലാതല്ല, ചിന്തിച്ചും ആലോചിച്ചും ബുദ്ധി കൊടുക്കുകയൊക്കെ ചെയ്ത്, അതുകൊണ്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല തഅഖിലൂനും തഫക്കറൂനും അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങളില്ലേ, ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ഉള്ള പണിയെടുക്കാൻ നമ്മളോട് പറയുന്നത്. ഒരുപാട് സയന്റിഫിക്കലായ വിഷയങ്ങൾ തന്നെ, ചിന്തനീയമായ പല കാര്യങ്ങൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് അവന് അത് വേണ്ട, നാം അവർക്കറിയാവുന്ന വസ്തുവിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ബോധ്യപ്പെടുത്തി തരുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ ചോദ്യങ്ങളൊക്കെ റബ്ബിലേക്ക് നാം എത്തേണ്ടതാണ്, റബ്ബിനെ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ കുറിച്ച് അതിന് ശേഷമുള്ള ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു എന്തുമാത്രം കരുത്തിട്ടവനാണ്, എത്രമാത്രം ഖാദിറാണവൻ. എന്നിട്ട് ആ ഒരു അള്ളാഹുവിനെ കൂടുതൽ അള്ളാഹുവിലേക്ക് വിനയാന്യതരായി തിരിച്ചു ചെല്ലാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ
പല പ്രയോഗങ്ങൾ നടത്തുന്നത് മക്ക മുശ്രിക്കുകളായ മക്കയിലുണ്ടായിരുന്ന വിശ്വാസികൾക്കുള്ളതല്ല. സാധാരണ പറയുന്ന പോലെ ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ മനുഷ്യരോടുമുള്ള സംസാരമാണ്. എല്ലാ വിശ്വാസികളോടും ഒക്കെയുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ്. ആ സംസാരത്തെ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വഖാറത്ത് നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ശരിക്കും കീഴൊതുങ്ങി ജീവിക്കാൻ നാം കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. ഭൂമി ലോകത്ത് നമുക്ക് നൽകിയ ചെറിയ വളരെ നിസ്സാരമായ ആയുസ് അള്ളാഹുവിന് തൃപ്തിയുള്ളതാക്കി തീർക്കാൻ സദാ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളിയ ശ്രമം അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുന്ന സത്യവിശ്വാസ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ വറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.